നമുക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ഒരു നടൻ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹം അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വകുപ്പൊന്നും ഈ ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല. മനസ്സിൽ അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ ആരെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ഉന്നതമായിട്ട് കാണുന്നു. അതിനെതിരെ സംഘടനയോ അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ്, തെറ്റാണ്. നമുക്ക് പോലത്തെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറയുന്ന സംഘടനയാണ്. ജയൻ ചേർത്തല എന്ന് പറയുന്ന ഇത് നടൻ പറഞ്ഞ അപരാധം ഞാൻ 100% യോജിക്കുന്നത്. കാരണം ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പലരും മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. താരസംഘടന അമ്മ പോലുള്ളൊരു വലിയൊരു സംഘടന ഉള്ളപ്പോൾ മമ്മൂട്ടിയായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾക്ക് അവരെ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. മമ്മൂട്ടിയെ വർഗീയവാദിയായിട്ടും മറ്റ് ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കാനുള്ള പലരുടെയും ശ്രമങ്ങൾ നമ്മൾ ഈ അടുത്ത് തന്നെ കണ്ടാണ്. അതിനെതിരെയെല്ലാം അദ്ദേഹം എങ്ങനെ സംയമനം പാലിച്ച് അദ്ദേഹം പ്രതികരിച്ചു എന്ന് നമ്മൾ കണ്ടാണ്. അദ്ദേഹത്തിന് വേണ്ടി കേരള സമൂഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരൊക്കെ എങ്ങനെ പ്രതികരിച്ചു എന്ന് നമ്മൾ കണ്ടാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലുള്ള സംഘടനകളല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് പ്രതികരിക്കേണ്ടത് ഒരുപാട്. അല്ലാണ്ട് ഈ സ്റ്റേജ് ഷോ നടത്താനും മറ്റ് വലിയ ഇഷ്യൂസൊക്കെ വരാൻ നേരത്ത് പോലും പ്രതികരിക്കാത്തവർ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴെങ്കിലും പ്രതികരിക്കണ്ടേ? നല്ല ഈ സംഘടനകളൊക്കെ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന് പുതിയ സിനിമയായിട്ട് ആർക്കോയെ തന്നെ കൂവി തോപ്പിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നതുകൊണ്ടും പ്രേക്ഷകർ കയറി കാണുന്നതുകൊണ്ടുമാണ് സിനിമ നിലനിന്ന് പോകുന്നത്. സിനിമയിൽ പല നെഗറ്റീവ് റിവ്യൂസ് വരിക, അദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിക്കുക, ഇന്ന മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ അദ്ദേഹത്തെ പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം ഈ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് തന്നെ ഞാൻ യോജിക്കുന്നു. കാരണം പലരും മിണ്ടാതിരിക്കുകയാണ്. ഇതുപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വായി തോന്നുന്നതെല്ലാം പോതയ്ക്ക് പടന്ന് പറയും പോലെ ഇവർ പറയുന്നത് കാണാം. ഇതുപോലൊരു ഇഷ്യൂ വന്നിട്ട് ഇതിപ്പോൾ മമ്മൂട്ടി എന്നല്ല, മോഹൻലാൽ എന്നല്ല, അതുപോലെ ആരെയും പക്ഷേ ഈ കലാകാരന്മാരെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ സംഘടന അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് ഒതുക്കുന്നത് ഒരിക്കലും ശരിയല്ല. പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടൻ അദ്ദേഹം എങ്ങനെയാണ് 14-44 കൊല്ലം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കറിയാം. അദ്ദേഹം എന്താണ്, അദ്ദേഹം ഒരു ഇന്ന പ്രത്യേക ചട്ടക്കൂട്ടിൽ പെടുന്ന ഒരാളല്ലെന്ന് പറയും. അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ ആക്രമണങ്ങളും കുറേ സംഘങ്ങളുടെ ഈ ഒളിപ്പോരാട്ടങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹം അതിജീവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ടർബോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് റിവ്യൂ അടിക്കാൻ ഒരുപാട് പേരുണ്ടായാലും നല്ല രീതിയിൽ പടം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് തുറന്നു കേട്ടോ. മമ്മൂക്കൂടെ ഒപ്പം ഞങ്ങൾ എല്ലാവരും